ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഹിന്ദി റിവിഷന് വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പലർക്കും ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇഷ്ടമല്ലല്ലേ, പഠിക്കാനൊന്നും വലിയ ഇഷ്ടമല്ലാത്ത ഒരു സബ്ജക്റ്റാണ്, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ ഈ ഒരു സംഭവം, ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്? ഇത് കൂടാതെ നമുക്ക് ഈ വർഷം വളരെ നമ്മൾ സംഘർഷഭരിതമായിട്ട് നേരിടുന്ന ഒരു കാര്യമാണെന്ത്? പുസ്തകങ്ങൾ മാറി, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണുകൾ ചേഞ്ച് ചെയ്തു. അപ്പൊ എന്താണ് പരീക്ഷയിലേക്ക് വരാൻ പോകുന്നതിനെ കുറിച്ച് എല്ലാവരും വളരെയധികം പേടിയിലാണ്. അപ്പൊ ഈ ഒരു കാര്യത്തെ എങ്ങനെ നമ്മൾ മറികടക്കും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്മാർട്ടപ്പ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു റിവിഷൻ പ്ലാനുമായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇന്നു മുതൽ ഈ ഒരു വലിയ ഈ ഒരു പർവ്വതത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ കീഴടക്കാൻ പോവാണ്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഇന്നു മുതൽ എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. ഹിന്ദി ഇഷ്ടമല്ലാത്തവർക്കും ഹിന്ദി ഇഷ്ടമുള്ളവർക്കും ഹിന്ദി ടഫായവർക്കും ഈസി ആയവർക്കും എല്ലാവർക്കും അവരവർക്ക് ആവശ്യമുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള റിവിഷനുകൾ തന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഹിന്ദി പരീക്ഷയ്ക്ക് പരമാവധി മാർക്കുകൾ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഈ റിവിഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തുടക്കം മുതലുള്ള എല്ലാ ചാപ്റ്ററുകളിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചാപ്റ്ററിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ രസകരമായ രീതിയിൽ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ, ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് 3 ചാപ്റ്ററുകൾ ഉണ്ടല്ലേ. ഗിഡ്കി എന്ന് പറയുന്ന ഒരു ലഘുകഥ, പിന്നെ ഒരു ഹൈക്കു ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കൊരു യാത്രാ വിവരണമാണ്, റെയിൻ ബസേരേമേ എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണം. അപ്പൊ അതിൽ ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലും പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ചില ലെസൺസ്, അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ യൂണിറ്റുകളിൽ ഉടനീളം എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ റിവിഷന്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് ഹിന്ദി വളരെ ഈസി ആയി പഠിക്കുക, ഹിന്ദിയിൽ എന്ത് വാങ്ങുക, A+ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോ എല്ലാവരും റെഡിയാണ്. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഗിഡ്കി. ഗിഡ്കി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഗിഡ്കി കാ മത്ലബ് ക്യാ ഹോത്താ ഹൈ? ജനൽ, വിൻഡോ, ജനാല എന്നാണ് ഗിഡ്കി എന്ന വേർഡിന്റെ അർത്ഥം. ലഘുകഥയാണ്. അഞ്ജു ഗർബന്തയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ലഘുകഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ചാപ്റ്ററൊക്കെ അറിയാൻ കഴിയും. സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു യാത്രയ്ക്ക് പോകുന്ന, ഒരു കല്യാണത്തിന് വേണ്ടി ട്രെയിനിൽ യാത്രയ്ക്ക് പോകുന്ന ഒരു ഫാമിലി, ഹോഷിയാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് യാത്രയ്ക്ക് പോകുന്ന ഒരു ഫാമിലി. ഓർത്ത് വെക്കാം, അവരെങ്ങോട്ടേക്കാണ് പോകുന്നത്? ഹോഷിയാപൂറിലെ ഒരു കല്യാണത്തിന് വേണ്ടി ജനറൽ കമ്പാർട്ട്മെന്റിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ഫാമിലി. ആ ഒരു യാത്രക്കിടെ അവർക്ക് ഉണ്ടാവുന്ന അനുഭവം, ആ അനുഭവത്തിൽ ആ ഫാമിലിയിലെ ഭർത്താവ്, അദ്ദേഹത്തിന് എന്ത് തോന്നുകയാണ്, ജനല, പഴയ ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പഴയ ഒരു കാര്യത്തിലേക്ക്, പഴയ ഒരു കാലഘട്ടത്തിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ആ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ പാസ്റ്റിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഈ ട്രെയിൻ യാത്ര അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ തുറന്നു കാട്ടുന്ന ഒരു ജനല പോലെയാണെന്നാണ് എന്ത് ചെയ്യുന്നത്, ചാപ്റ്ററിൽ അഞ്ജു ഗർബന്ത് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ റെലവന്റ് ആയിട്ടുള്ള, വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, ഈ ചാപ്റ്ററിന്റെ ശീർഷകം, അതായത് ഗിഡ്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചാപ്റ്റർ ഒന്ന് ഷോർട്ടായിട്ട് നമുക്ക് നോക്കാം. ഹോഷിയാപൂറിലേക്ക് ഒരു കല്യാണത്തിന് വേണ്ടി പോകുന്ന ഒരു ചെറിയ ഫാമിലി, ഒരു ജനറൽ കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ യാത്രാ സമയത്ത് അവര് വിൻഡോ സീറ്റിലാണ് കുട്ടികളും ഒക്കെ ആയിട്ട് അവർ ഇരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ പല സാധനങ്ങൾ വിൽക്കാനായിട്ട് ട്രെയിനിലേക്ക് കയറി വരും. മറ്റു പല ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഡ്രസ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ടാവും. അപ്പൊ നമ്മളും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്നുണ്ടാവും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ അതുപോലെ ഈ കഥയിൽ ഒരു പെൺകുട്ടി ഷോള് വിൽക്കാനായിട്ട് എന്ത് ചെയ്യാണ്, ട്രെയിനിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഈ ഷോൾ വിൽക്കാനായിട്ട് വരുമ്പോൾ ഈ നമ്മുടെ ഈ കഥയിലെ ഭാര്യ എന്ത് ചെയ്യാണ്, ഷോൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ പറയുന്ന വിലയ്ക്ക് ആദ്യം എന്ത് ചെയ്യില്ല, വാങ്ങില്ല. പകരം എന്താ ചെയ്യുക, അവർ വില പേശിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് വാങ്ങിച്ചെടുക്കുന്നത്. നമ്മൾ ലാസ്റ്റ് 150 രൂപയ്ക്ക് ഒരെണ്ണം 150 രൂപ എന്ന നിലയിൽ 5 ഷോളുകൾ 750 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന ആ ഒരു സംഭവം കഥയിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടി പോയതിന് ശേഷം പിന്നീട് ഭാര്യ എന്താ പറയുന്നത്, കുറച്ചുകൂടെ വില പേശണമായിരുന്നു, ഒന്നുകൂടെ വില പേശിയാൽ ചിലപ്പോൾ 150ന്റെ സാധനം 100 രൂപക്ക് കിട്ടിയേനെ. അപ്പൊ ഇവിടെ ഈ കഥയിൽ നമ്മൾ നോക്കുന്ന സമയത്ത്
ഭാര്യയുടെയും ആ ഭർത്താവിന്റെയും കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയാണുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത്, അതായത് ഈ ഷോൾ വിൽക്കാൻ വരുന്ന പെൺകുട്ടിയെ കാണുന്ന സമയത്ത് നമ്മുടെ കഥയിൽ ആ ഒരു ഭർത്താവ് പതി അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണ്? അയാൾക്ക് തോന്നുന്നത് എന്താണ്? അയാൾക്ക് ഈ കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയുടെ ആ ഒരു വിഷമം മനസ്സിലാക്കുമ്പോൾ, അതായത് ഇങ്ങനെ 150 രൂപക്കൊക്കെ തരണമെന്ന് പറയാൻ നേരത്ത് ആ പെൺകുട്ടി ഇങ്ങനെ ശബ്ദമൊക്കെ ഇടറി അവർക്ക് നഷ്ടമാണെന്നുള്ള രീതിയിലുള്ള ആ ഒരു മുഖഭാവമൊക്കെ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ഈ ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാഴ്ച കണ്ടപ്പോ, ആ ഒരു സംഭവം കണ്ടപ്പോ ഇയാൾക്ക് എന്താ ഓർമ്മ വരുന്നത്? പണ്ട് ഇതുപോലെ തൻ്റെ ചെറുപ്പത്തില് ഈ ഇതിൽ പറയുന്ന ഈ ഒരു ഭർത്താവിന്റെ അച്ഛൻ, പുള്ളി എന്താ ചെയ്തായിരുന്നു? ട്രെയിനിൽ ഇതുപോലെ സാധനങ്ങൾ വിറ്റിരുന്ന ഒരാളാണ്. അപ്പോ ആ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങോട്ടേക്ക് വന്നു? ഈ ക്യാരക്ടറിന്റെ മനസ്സിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ഇവിടെ പതി ഏത് കാഴ്ചപ്പാടിലാണ് ഇത് കാണുന്നത്? ഇത് എന്തായിട്ടാണ് കാണുന്നത്? ആ ഒരു പെൺകുട്ടിയുടെ കഷ്ടപ്പാടായിട്ടാണ് കാണുന്നത്. പക്ഷെ അതേസമയം പത്നി, ഭാര്യ എങ്ങനെയാണ് കാണുന്നത്? അവിടെ ഒരു ലാഭക്കച്ചവടം എന്ന രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത്? കാണുന്നത്. അപ്പോ ഭർത്താവ് ഇവിടെ ആ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തൻ്റെ അച്ഛനെ ഓർമ്മിക്കുന്ന സമയത്ത് ഭാര്യയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഷോള് വിൽക്കാൻ വരുന്ന ഏതോ ഒരു പെൺകുട്ടി, അത്രയുമേ ഉള്ളൂ. അപ്പൊ രണ്ടുപേരുടെയും ജീവിതത്തിലെ സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കാം. അപ്പൊ അതൊക്കെ കൊണ്ട് രണ്ടുപേർക്കും ഇവിടെ ഉണ്ടാവുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. അങ്ങനെ ഒരു കാര്യം കൂടി കഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ കഥയുടെ അവസാനം ഇത്രയുമാണ് പറയുന്നത്. എന്താണ്? ഈ ഒരു സംഭവത്തെ കുറിച്ച്, ഈ ഒരു ഇൻസിഡന്റില് നമ്മുടെ പതി, ഭർത്താവ്, അയാൾ ആരെ കുറിച്ച് ആലോചിക്കുകയാണ്? തൻ്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ തിരിച്ചു വരികയാണ്. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ ഗിടുക്കി എന്ന് പറയുന്ന ആ ഒരു ശീർഷകത്തിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. ആ ഒരു യാത്ര എന്ന് പറയുന്നത് തൻ്റെ പാസ്റ്റിലേക്കുള്ള ഒരു തുറന്നു കാട്ടുന്ന ഒരു ജനല പോലെയാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? പറയാം. അപ്പൊ ഒരു ലഘുകഥയാണ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാവുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലേ. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. പതി, പത്നി, ബച്ചെ, പിന്നെ ആ ഷോള് വിൽക്കാൻ വരുന്ന ആ ഒരു ലടുക്കി. ഈ 4 പേര്, ഇത്രയും പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അതിൽ കുട്ടികളെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും കഥയിൽ എന്ത് ചെയ്യുന്നില്ല, കാണിക്കുന്നൊന്നുമില്ല. മെയിനായിട്ട് കഥയിൽ സംഭാഷണങ്ങൾ ഉള്ളതെല്ലാം ഈ 3 ക്യാരക്ടേഴ്സിനാണ്, ഭർത്താവും ഭാര്യയും പിന്നെ ഷോള് വിൽക്കാൻ വരുന്ന ആ ഒരു പെൺകുട്ടിക്കുമാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഡയറി, ലെറ്റർ, അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിട്ട് വരുന്നതാണ് പട്കഥ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യം. കുഞ്ഞു ചാപ്റ്ററല്ലേ, ഇപ്പൊ കുറച്ച് ചോദ്യങ്ങളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് കണ്ടന്റ് ഉള്ള ചോദ്യങ്ങളെ നമുക്ക് ഇതിൽ നിന്ന് വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഡയറി ചോദിക്കാം, ലെറ്റർ ചോദിക്കാം, കൂടാതെ പട്കഥ ചോദിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മുടെ ഒന്നാമത്തെ ഒരു ചോദ്യമായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഒന്നാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാട്ടോ. ഒന്നാമത്തെ ചോദ്യമായിട്ട് കൊടുക്കുന്നത് എന്താ? കഹാനി കാ ശീർഷക് ഗിടുക്കി ക്യോ രഖാ ഗയാ ഹേ. എന്തുകൊണ്ടാണ് കഥയുടെ തലക്കെട്ട് ഗിടുക്കി എന്നാക്കിയിട്ടുള്ളത്? ജനാല എന്നുള്ള ഒരു ജനൽ എന്നുള്ള ഒരു പേര് നൽകിയിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ റെലവൻസ് എന്താണ് അല്ലെ? അതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ ഒന്ന് നോക്കാട്ടോ. കഹാനി കെ ശീർഷക് ഗിടുക്കി പ്രതീകാത്മക ഹെ. അതായത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു തലക്കെട്ടാണ് ഗിടുക്കി എന്ന് പറയുന്നത്. അതായത് ആ ഗിടുക്കി എന്ന് പറയുന്ന ആ ഒരു വേർഡിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇന്നർ മീനിങ് ഉള്ള രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കഥയ്ക്ക് ആ ഒരു ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. യഹ് കേവൽ ട്രെയിൻ കി ഗിടുക്കി നെഹി. ഇനി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഈ ഗിടുക്കി വിൻഡോ എന്ന് പറയുന്നത് ട്രെയിനിലെ വിൻഡോ അല്ല, ട്രെയിനിലെ വിൻഡോ മാത്രമല്ല, ട്രെയിനിലെ വിൻഡോ അല്ല എന്ത് ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബൽക്കി ऐसी ഗിടുക്കി ഹെ. പിന്നെ ഇത് എന്ത് തരത്തിലുള്ള ഒരു ജനലായിട്ടാ പറയുന്നത്? ജിസ്സെ ലേഖകനെ ജീവൻ കി ഏക് സച്ചായി ദേഖി. ലേഖകൻ എന്ന് പറയുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ഉള്ളൂ. നമ്മുടെ അഞ്ജു ഖർബന്തയാണ് നമ്മുടെ ഈ ഒരു കഥ എഴുതിയിട്ടുള്ളതെങ്കിലും ആരുടെ പേഴ്സ്പെക്റ്റീവിലാണ് കഥ എഴുതിയിട്ടുള്ളത്? ഇതിലെ ക്യാരക്ടർ ആയിട്ടുള്ള പതിയുടെ പേഴ്സ്പെക്റ്റീവിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. ലേഖകൻ എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. അതായത് കഥ പറയുന്നത് ആരാണ്? ഈ ക്യാരക്ടർ ആയിട്ടുള്ള ഭർത്താവാണ് കഥ പറയുന്നത്. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ കഥ അഞ്ജു ഖർബന്ത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അതിന് അങ്ങനെ പറയുന്നത്. ഓക്കെ.
ജിസ്സെ ലേഖകനെ ജീവൻ കി സച്ചായി ദേക്കി, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന ലേഖകൻ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ജനല. അതാണ് ഇവിടുത്തെ ഈ വിൻഡോ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ? എന്തൊക്കെയാണ് ലേഖകൻ ഇതിൽ കണ്ടത്? ഗരീബി, സംഘർഷ് ഓർ ആത്മസമ്മാൻ കാ ചിത്ര. ദാരിദ്ര്യം, കഷ്ടപ്പാടിന്റെ അവസ്ഥ, അതുപോലെ തന്നെ സ്വന്തമായി നിലനിൽക്കാനുള്ള ആ ഒരു ധൈര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ കാണാം. ആരിലാണ് ഇതെല്ലാം കാണാൻ പറ്റുന്നത്? ട്രെയിനിൽ ഷോൾ വിൽക്കാൻ വരുന്ന ആ ഒരു പെൺകുട്ടിയിലാണ് കാണാൻ പറ്റുന്നത്. ഈ ജനാല, അതായത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഈ ജനാലയിലൂടെ ലേഖകൻ ആരെയാണ് ഓർമ്മിക്കുന്നത്? അദ്ദേഹത്തിന്റെ അച്ഛനെ. അതായത് നമ്മുടെ പതി ആരെയാണ് ഓർമ്മിക്കുന്നത്? അദ്ദേഹത്തിന്റെ അച്ഛനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഓർമ്മിക്കുന്നത്. ഓർ ഭാവനാത്മക ഗ്രൂപ്പ് സെ ജോഡ്തേ ഹേ. അതുപോലെ തന്നെ എന്തിലേക്കാണിത് നീങ്ങുന്നത്? ഇത് അദ്ദേഹത്തിന്റെ അച്ഛനെ ഓർമ്മിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ ജനാല എന്ന് പറയുന്ന ഒരു വേർഡ് എത്തിയിരിക്കുന്നത്. അപ്പൊ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ടൈറ്റിലാണ്, വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഖിഡ്കി എന്നുള്ളത് ലേഖകൻ അദ്ദേഹത്തിന്റെ പാസ്റ്റിലെ അനുഭവങ്ങളിലേക്കുള്ള ഒരു തുറന്നു കാട്ടൽ, അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ജനാല. അതാണ് ഇവിടെ ഖിഡ്കി എന്ന വേർഡിന്റെ മീനിങ്. അല്ലാതെ എന്തുമാത്രമല്ല ട്രെയിനിലെ വിൻഡോ എന്നുള്ളതല്ല ഇവിടെ അർത്ഥം. എന്താണ് അർത്ഥം? അദ്ദേഹത്തിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വിൻഡോ എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനെ നോക്കിക്കാണേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ ഖിഡ്കി എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് വളരെ 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 റെലവെന്റ് ആണ്. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. रेलगाड़ी के अनुभव ने यात्री को अपनी पिता की याद दिलाई. യാത്രി की ഡയറിയിലേക്ക്. അപ്പോ ട്രെയിനിലെ യാത്ര, ഇതിലെ യാത്രക്കാരന്, അതായത് ഭർത്താവിനെ എന്ത് ഓർമ്മപ്പെടുത്തിയെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ അച്ഛനെ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലെ? അപ്പൊ ഈ ഒരു അനുഭവത്തെ കുറിച്ച് ഈ യാത്രക്കാരൻ, അതായത് പതി, എഴുതുന്ന ഡയറിയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറഞ്ഞാൽ ഡയറി എന്ന് പറഞ്ഞാൽ, അല്ലെ? അപ്പൊ ഡയറിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്തിലാണ്? വിത്ത് ഡേറ്റ്, താരീഖ്. അതിന് പ്രത്യേകിച്ച് ഒരു ഡേറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടാ. നമ്മൾ എന്തെന്ന് എഴുതിയാൽ മതി, താരീഖ് തന്നെ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. അതിൽ ഇന്നൊരു ഡേറ്റ് കൊടുക്കണം എന്നൊന്നും പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ആസ് പെർ ചോയ്സ് ആണ്. പിന്നെ വേണമെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഇപ്പോ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ദിൻ, ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിളിന് വെറുതെ എഴുതുകയാണ്, സോമവാർ, മൺഡേ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഡേറ്റും ഒരു ഡേയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. എഴുതിയാൽ നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ഡയറിയിൽ എന്തൊക്കെയാണ് എഴുതേണ്ടിയിരിക്കുന്നത്? ഇപ്പൊ ഡയറിയിൽ എഴുതുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ അനുഭവങ്ങളാണ്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഹോഷിയാപൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, ജനറൽ കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്യുന്നത്. യാത്രക്കിടയിൽ ഷോൾ വിൽക്കാനായിട്ടൊരു പെൺകുട്ടി വന്നു. ഭാര്യ അവരോട് വില പേശിക്കൊണ്ട് 5 ഷോളുകൾ 750 രൂപയ്ക്ക് വാങ്ങി. എന്നിട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഭാര്യ പറഞ്ഞു, കുറച്ചുകൂടെ വില പേശണമായിരുന്നു, അപ്പൊ ഒന്നുകൂടെ വില കുറച്ച് കിട്ടിയേനെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ യാത്രക്കാരന് ആരും ഓർമ്മ വന്നു? അയാളുടെ അച്ഛനെ ഓർമ്മ വന്നു. ഇത്രയും സിറ്റുവേഷൻസ് ഈ ഡയറിയിലുള്ളൂ. അപ്പൊ കൊച്ചു ഡയറിയാണ്, ചെറിയ ഡയറിയാണ്. അപ്പൊ നോക്കിയേ, ആജ് കെ ദിൻ കെ ബാരെ മേ കൈസേ ലിഖൂ. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ഞാൻ എന്താണ് എഴുതേണ്ടത്? റെയിൽഗാഡി കെ ജനറൽ കോച്ച് മേ ഹം ഹോഷിയാപൂർ ജാ രഹേ ഥേ. ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ഹോഷിയാപൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഷോൾ ബേച്ച്നെ വാലെ ഏക് യുവതി പത്നി കെ പാസായി. അപ്പോ ഷോള് വിൽക്കുന്ന ഒരു പെൺകുട്ടി എന്റെ ഭാര്യയുടെ അടുത്ത് വന്നു. പത്നീനെ തോൽമോൽ കർക്കെ, തോൽമോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിലപേശലാണ്, അല്ലെ? തോൽമോൽ കർക്കെ 150 रुपये का ഷോൾ ഖരീദ. 150 എന്ന് പറഞ്ഞാൽ എന്താണ്? 150 റുപ്പീസ്. അപ്പൊ 150 രൂപയ്ക്ക് ഒരു ഷോൾ എന്ന വിലയിൽ ഷോൾ എന്ത് ചെയ്തു? വാങ്ങിച്ചു. 5 ഷോൾക്കോ മേനെ എത്ര രൂപ കൊടുത്തു? 5 ഷോളുകൾ വാങ്ങുന്നതിന് വേണ്ടി 750 രൂപ ആര് കൊടുത്തു? യാത്രക്കാരൻ കൊടുത്തു. रास्ते में पत्नी ने कहा कि
കുച്ച് ഓർ തോൽമോൽ കർണാത. എന്നിട്ട് ഈ പെൺകുട്ടി പോയതിനു ശേഷം പത്നി പിന്നെ പറയാണേ, എന്താ പറയുന്നത്, കുറച്ചുകൂടെ എന്ത് ചെയ്യണമായിരുന്നു, വില പേശണമായിരുന്നു. ഒരു ഷോളിന് 150 രൂപയ്ക്ക് വാങ്ങിച്ചതും പോരാ, ഇനി എന്ത് ചെയ്യണം, ഒന്നുകൂടെ വില പേശായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വില കുറച്ച് കിട്ടിയാനേ. അപ്പൊ അവിടെ ഭാര്യയുടെ ഒരു മെന്റാലിറ്റി എന്താണല്ലേ, യഹ് സുൻകർ ഉസ് യുവതി കി നമി ആംഖോം ഓർ മേരി പിതാജി കി ആംഖേ മൻമേ ആയി. അപ്പോ ഈ വില പേശുന്ന സമയത്ത് ഈ ലേഖകൻ ആ ഒരു പെൺകുട്ടി ഒന്ന് മുഖത്തേക്ക് ശ്രദ്ധിച്ചപ്പോ അതിന്റെ കണ്ണുകൾ, അതിന്റെ ശബ്ദമിടറുന്നതും അതിന്റെ കണ്ണുകളിൽ ആ ഒരു വിഷമമൊക്കെ കാണുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിയല്ലോ. അപ്പൊ പറയാണ്, അത് കണ്ടപ്പോ എനിക്ക് ആരെയും കൂടെ ഓർമ്മ വന്നു. ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ എനിക്ക് ആരെ കൂടെ കാണാമായിരുന്നു, എൻ്റെ അച്ഛന്റെ കണ്ണുകൾ കൂടെ എന്ത് ചെയ്യായിരുന്നു, അതില് കാണാൻ സാധിക്കുമായിരുന്നു. മേരെ പിതാജി ബി റെയിൽഗാഡി മേ സമാൻ ബേച്ച്നെ വാലേ ഥേ. എൻ്റെ അച്ഛനും ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു. അബ് ഭി മൻ മേ പിതാജി ഹെ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഉള്ളത്. പ്രധാന ഡയറിയിൽ ആര് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ യാത്രക്കാരന്റെ ഡയറിയിൽ പറയുന്ന കാര്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ചെറിയ കഥയല്ലേ, അപ്പൊ നമുക്ക് വലിയ ചോദ്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. നമുക്ക് എന്തൊക്കെയാ വരുക, ഡയറി വരാം, മേ ബി ലെറ്റർ വരാം, ഇനി കൂടാതെ നമുക്ക് എന്തുകൂടെ വരാം, പട്കഥ വരാം. ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡയറി മാത്രം പഠിച്ചാൽ മതി, ശരിക്കും നമുക്ക് എന്തും കൂടെ എഴുതാം, ലെറ്റർ കൂടെ എഴുതാൻ പറ്റും. കാരണം ഡയറിയിൽ നമ്മൾ എഴുതുന്ന അതേ കണ്ടന്റുകൾ തന്നെയാണ് നമ്മൾ എങ്ങോട്ടേക്ക് എഴുതുന്നത്, ലെറ്ററിലേക്ക് എഴുതുന്നത്, പത്രത്തിലേക്ക് എഴുതുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡയറിയിൽ എഴുതുന്ന ആ ഒരു ഫോർമാറ്റ് മാറ്റി ലെറ്ററിന്റെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം. ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം, ഇൻഫോർമൽ ആയിട്ടാണ് ലെറ്റർ എഴുതാല്ലേ, ഫോർമൽ ലെറ്റേഴ്സ് ഒന്നും നമുക്ക് അങ്ങനെ പഠിക്കാനില്ല. അപ്പൊ ഇൻഫോർമൽ ആയിട്ട് എഴുതാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ എഴുതും, സ്ഥാൻ, താരീഖ്, പ്ലേസ്, അതുപോലെ തന്നെ ഡേറ്റ്. അടുത്തായിട്ട് എന്താ, പ്രിയമിത്ര, സുഹൃത്തിനാണെങ്കിൽ പ്രിയമിത്ര, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ അയാളെ എഴുതിയിട്ട് പ്രിയ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ യൂഷ്വൽ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ, ആപ് കൈസേ ഹോ, എന്താണ്, ആശാ കർത്താ ഹൂം കി തും ടീക് ഹേ, നീ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇതേ കണ്ടന്റ് തന്നെ എങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക, ലെറ്ററിലേക്ക് എടുത്ത് എഴുതുക. അപ്പൊ ഡയറി പഠിച്ചാൽ ലെറ്റർ എഴുതാം, ലെറ്റർ പഠിച്ചാൽ ഡയറിയും എഴുതാം. ഒരെണ്ണം പഠിച്ചാൽ പോരെ. ഓക്കെ, അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് നോക്കിട്ടാ. ഗിടുക്കി എന്നുള്ള ആ ഒരു ടൈറ്റിലിന്റെ ആ ഒരു റെലവൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ആ ഒരു ശീർഷകം കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യം എന്താ, ഇതിലെ യാത്രക്കാരന്റെ അനുഭവത്തെ കുറിച്ചുള്ള ഡയറി. 2 കാര്യങ്ങൾ, 2 ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ, ഷോൾ ബേച്ച്നെ വാലെ യുവതി ജാനെ കെ ബാദ് പതി പത്നി കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരേ. അപ്പോ ഷോള് വിൽക്കാൻ വന്ന പെൺകുട്ടി പോയതിന് ശേഷം ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു സംഭാഷണം എഴുതുക. ചെറിയ സംഭാഷണം ഉണ്ട് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് നോക്കിയേ, ആകെ വളരെ കുറച്ച് എക്സ്ചേഞ്ചുകളേ ഉള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4-5 എക്സ്ചേഞ്ചുകളെ കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. ഇപ്പൊ നോക്കിയേ, ആദ്യം ഭാര്യയാണ്ട്ടെ പറയുന്നത്, പത്നി പറയാണ്, ഓഫ് ബഡി ഗൽത്തി ഹുയി, ഷേ ഭയങ്കരമായിട്ടുള്ളൊരു തെറ്റുപറ്റിപ്പോയി. എന്താ തെറ്റുപറ്റിയത്? അപ്പോ ഭർത്താവ് ചോദിക്കാണ്, ക്യാ ഹുവാ, എന്താ പറ്റിയേ? അപ്പൊ പത്നി പറയാണ്, തോടാ ഓർ തോൽമോൽ കർണാത ഇത്തിനി മഹങ്കി തി. കുറച്ചും കൂടെ എന്ത് ചെയ്യണമായിരുന്നു, വില പേശണമായിരുന്നു. അപ്പൊ എന്ത് ചെയ്തേനെ, ഒന്ന് കുറച്ച് കിട്ടിയാനെ. ഈ 150 രൂപ എന്ന് പറയുന്നത് കുറച്ച് എന്തായി പോയി, കൂടിപ്പോയി എന്നാണ് ആര് പറയുന്നത്. സാധനം വാങ്ങി കയ്യിൽ പിടിച്ചിട്ട് പിന്നെയും ഭാര്യ പറയാണ്, 150 രൂപയ്ക്ക് വാങ്ങിപ്പോയത് എന്തായിപ്പോയി, കൂടിപ്പോയി, കുറച്ചുകൂടെ എന്ത് ചെയ്യണമായിരുന്നു, വില പേശണമായിരുന്നു. അപ്പൊ പതി പറയാണ്, ഹരേക്കോ എന്താണ്, ഹരേക്കോ 150 റുപ്യേതാ, ഒരെണ്ണത്തിന് 150 രൂപയ്ക്കല്ലേ വാങ്ങിയത്. സോദേനേക്ക് ബാത്തേ. അപ്പൊ പറയാണ്, 150 ഒന്നും കൊടുക്കണ്ടായിരുന്നു, 100 കൊടുത്താൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ 500 രൂപക്ക് 5 എണ്ണം കിട്ടിയേനെ. അപ്പോ ഭർത്താവ് പറയാണ്, ഉസേ വഹ് ജീവൻ ബിത്താത്തി ഹെ ചോട് ദോ ഐസി ബാത്ത്. ഭർത്താവ് പറയാണ്, അപ്പോൾ ആ പെൺകുട്ടി ആ ഒരു കാര്യം കൊണ്ടാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള വർത്താനമൊക്കെ ഒന്ന് ഒഴിവാക്ക്, നിർത്ത്. അപ്പോ ഭാര്യ പറഞ്ഞു, ടീക്കേ, ഓക്കെ. സിമ്പിളായിട്ട് ചെറിയ ഒരു വാർത്താലാപമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ എന്തുകൂടെ കുറച്ചുകൂടെ വലുതാക്കി എഴുതണമെങ്കിൽ നമുക്ക് ഇതിൽ എന്തുകൂടെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഭർത്താവ് പറയാണ്, പണ്ട് എൻ്റെ അച്ഛനും മേരെ പിതാബി ഏസെ എന്താണ് ഏസെ ഹി റെയിൽ ഗാഡി മേ സാമാൻ ബേച്ച്നെ വാലേതാ. അവർ പറയാണ്, എൻ്റെ അച്ഛനും പണ്ട് ഇതുപോലെ എന്താണ് ട്രെയിനിൽ
സാധനങ്ങൾ വിറ്റിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവരുടെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. നിനക്ക് അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു ഡയലോഗ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും പഠിക്കാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഇവിടെ മേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതിൽ നിന്ന് ഇട്ടിട്ടുള്ളത്. 4 ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആദ്യം ആ ഒരു ടോപ്പിക്കിന്റെ റെലവൻസ്, പിന്നെ ഒരു ഡയറി, അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഒരു വാർത്താലാപമാണ്, അവസാനമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഒരു പട്കഥയാണ്. ഓക്കെ, കഥയിലെ ഒരു സന്ദർഭം തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് പട്കഥയുടെ ചോദ്യങ്ങൾ വരാം. നമുക്ക് കഥയിലെ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് തരും, എന്നിട്ട് അതിന്റെ താഴെ അതിൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പട്കഥ ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയേ, അച്ഛാ 5 പീസ് ലേലും തോ കിത്തനേക്കോ ദൂഗി, കിത്തനേക്കോ ദേഗി. അപ്പോ ഭാര്യ ചോദിക്കുന്ന ആ ഒരു സംഭവത്തിലാണ് തുടങ്ങുന്നത്. അപ്പൊ ചോദിക്കാണ്, അപ്പോ 5 എണ്ണം എടുത്താൽ എത്ര രൂപയ്ക്ക് തരും എന്നാണ് ആര് ചോദിക്കുന്നത്, ഭാര്യ ചോദിക്കുന്നത്. 200 रुपये पर पीस ले लेना दीदी. അപ്പോ പെൺകുട്ടി പറഞ്ഞു, ആദ്യം പറഞ്ഞ എത്ര രൂപ, 200 രൂപ. 200 രൂപയ്ക്ക് തരാം. 100 रुपये पर पीस. അപ്പൊ ഭാര്യ പറഞ്ഞു, അത് പറ്റില്ല, 100 രൂപ വേണമെങ്കിൽ തരാം. ദീദി 100 तो बहुत कम है. അപ്പൊ പെൺകുട്ടി പറഞ്ഞു, ചേച്ചി 100 രൂപ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കുറവല്ലേ. कहते हुए उसका गला रूठ गया और उसकी गजरारी आंखें भर गई. പറയാണ്, അത് പറയുന്നതിനിടയിൽ ആ പെൺകുട്ടിയുടെ ശബ്ദം ഇടറിയിരുന്നു, അവരുടെ കണ്ണുകളിൽ ഒരു വിഷമം കാണാൻ സാധിക്കുമായിരുന്നു. കഹാനി കെ ഇസ് ദൃശ്യക്കെ ആധാർ പർ ഏക് പട്കഥ തയ്യാർ കരേ. കഥയിലെ ഈ ഒരു ദൃശ്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് എന്ത് തയ്യാറാക്കുക, ഒരു പട്കഥ, ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. സ്ക്രിപ്റ്റിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് 2 രീതിയിലാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുന്നത്. നോക്കാം, 2 രീതിയിൽ നമുക്ക് സ്ക്രിപ്റ്റുകൾ എഴുതാം. 2 രീതി എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്തമായിട്ടുള്ള ഫോർമാറ്റുകളിൽ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഒരുപോലെയാണ്, പക്ഷെ നമുക്ക് 2 വ്യത്യസ്തമായ രീതികളിൽ എഴുതാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു പേജിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗത്താണ് നമ്മൾ എന്ത് എഴുതുന്നത്, ദൃശ്യം, അതായത് സീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ദൃശ്യ ഏക്. ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ എന്ത് എഴുതുക, സംവാദ്, അതായത് ഡയലോഗ്സ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ദൃശ്യം എന്ന് പറയുന്നതിന് താഴെ നമ്മൾ ബേസിക് ആയിട്ട് എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സമയ്, സ്ഥാൻ, പാത്ര और ഘടന. സമയ്, സ്ഥാൻ, പാത്ര, ഘടന, 4 കാര്യങ്ങൾ, 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണൻസ്. സമയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് സമയത്താണ് ഈ ഒരു സീൻ നടക്കുന്നത്, രാവിലെയാണോ, വൈകിട്ടാണോ, ഉച്ചയ്ക്കാണോ, അല്ലെങ്കിൽ രാത്രിയാണോ, ഏത് സമയത്താണ്, അതാണ് സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥാൻ, ഏത് സ്ഥലത്താണ്. പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്തിന്റെ പേരല്ല. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ സ്ഥലം എഴുതുന്നതെങ്കിൽ റെയിൽ ഗാഡിക്ക് ജനറൽ ടിബെ, ഇപ്പൊ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. പാത്ര, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ട്, പതി, പത്നി ഓർ ഷോൾ ബേച്ച്നെ വാലെ ലഡ്കി. ഈ പാത്രം എന്ന് എഴുതിയിരിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ അവരുടെ വേഷഭൂഷ് ഓർ ഉമ്ര, അവരുടെ അപ്പിയറൻസും അതുപോലെ തന്നെ അവരുടെ പ്രായവും നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടിച്ചേർക്കാം. അവസാനമായിട്ട് ഘടന, ഈ സീനിൽ എന്താണ് നടക്കുന്നത് എന്ന് ഷോർട്ടായിട്ടൊന്ന് എന്ത് ചെയ്യുക, എഴുതുക. സംവാദം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്താ എഴുതുക, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള എക്സ്ചേഞ്ചസ്, ക്യാരക്ടർ 1, ക്യാരക്ടർ 2, അങ്ങനെ ക്യാരക്ടർ 3, 1, 2, 3 അങ്ങനെ വീണ്ടും 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 അവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റൈറ്റ് സൈഡിൽ എഴുതേണ്ടത്. ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ ഇവിടെ കാണുന്നത് പോലെ ഈ ഒരു രീതിയിലും എഴുതാം. ആദ്യം ദൃശ്യത്തിൽ ആ ഒരു കമ്പോണൻസ് എല്ലാം എഴുതിയതിന് ശേഷം അതിനടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സംവാദം എഴുതാം. ഇപ്പോൾ ടേബിൾ ആയിട്ടായാലും ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും സെയിം തന്നെയാണ്. 2 ഡിഫറെന്റ് ഫോർമാറ്റുകളാണെന്നുള്ള, കണ്ടന്റുകളെല്ലാം എന്താണ്, സെയിം ആണ്. അപ്പോ ഉത്തരവും നോക്കിയേ, ദൃശ്യ 1, സീൻ 1 എന്നാണ് നമ്മളിവിടെ ആ ഒരു സീനിന് പേര് കൊടുത്തിരിക്കുന്നത്. സ്ഥാൻ, റെയിൽവേ സ്റ്റേഷൻ पर घड़ी एक रेलगाड़ी के जनरल टिब्बे का अंदर. ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ അകത്ത്, അല്ലെങ്കിൽ ജസ്റ്റ് റെയിൽഗാഡിക്ക് ജനറൽ ടിബ്ബെ കാ അന്തർ, ഏക് റെയിൽഗാഡിക്ക് ജനറൽ ടിബ്ബെ കാ അന്തർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല.
ഏക് റെയിൽഗാഡി കെ ജനറൽ ഡിബ്ബെ കാ അന്തർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ എന്തായി, ഒരു ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ അകത്ത്. സമയ് ധിൻ എന്ന് പറഞ്ഞാല് എന്താണ്, രാവിലെ എന്നുള്ള ആ ഒരു സംഭവമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉദ്ദേശിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ആ ധിന്നുള്ളതിന്റെ കൂടെ നമുക്ക് എന്തെന്ന് എഴുതാം, സുബ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമൊക്കെ എഴുതാട്ടാ, സുബഹ് 10 ബജെ അല്ലെങ്കിൽ 11 ബജെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ദോപ്പഹർ, ഷാം, ഇങ്ങനെ ഏതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു കഥയുടെ ആ ഒരു സന്ദർഭം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സമയം മാറ്റി എഴുതാം. പാത്ര ഓർ വേഷഭൂഷ്, ക്യാരക്ടേഴ്സും അവരുടെ അപ്പിയറൻസും. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, പതി പത്നി ഷോൾ ബേച്ച്നെ വാലി യുവതി ഓർ അന്യ യാത്രികൻ. അപ്പോ സീനിൽ ആരൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്, ഭർത്താവ്, ഭാര്യ, ഷോൾ വിൽക്കുന്ന ആ ഒരു യുവതി, പിന്നെ ബാക്കിയുള്ള കുറച്ച് യാത്രക്കാരും. അവർക്ക് ഡയലോഗ്സ് ഒന്നുമില്ല, അവരവിടെ ജസ്റ്റ് പ്രസന്റ് ആണെന്നേ ഉള്ളൂ. ഇനി പതി കരീബ്, അപ്പോ 40 വയസ്സ് തോന്നിക്കുന്ന ഒരു വ്യക്തി. പാന്റ് ഒരു കുർത്ത പെഹന ഹുവ, ഒരു പാന്റും ഒരു ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. പത്നി എത്ര വയസ്സ് തോന്നിക്കുന്ന, 35 വയസ്സ് തോന്നിക്കുന്നു. കുർത്ത ഒരു ചുരിദാർ പെഹനി ഹെ, അവരൊരു ചുരിദാറാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ധരിച്ചിട്ടുള്ളത്. യുവതി 30 വയസ്സ് തോന്നിക്കുന്ന, 30 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതി. സാഡി ഒരു ബ്ലൗസ് പെഹനി ഹുയി ഹെ, അപ്പോ 30 എന്നുള്ളത് നമ്മളിവിടെ ഒരു എന്താണ്, ഒരു അസംഷനിൽ ഇട്ടിരിക്കുകയാണ്. അതായത് കഥയിൽ പറയുന്നത് ലടുക്കി ഒരു പെൺകുട്ടി എന്നാണ്. അപ്പൊ പെൺകുട്ടി എന്ന് പറയുമ്പോൾ 30 വയസ്സുള്ളതായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനേക്കാൾ കുറവുള്ള പ്രായങ്ങൾ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഏജിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളിതിലെ ഒരു അപ്പിയറൻസും ക്യാരക്ടേഴ്സിനെയൊക്കെ പ്രസന്റ് ചെയ്യുന്നതിലാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ സാരി ഒരു ബ്ലൗസ് പഹനി ഹുയി ഹെ, ഒരു സാരിയും ബ്ലൗസുമാണ് ധരിച്ചിട്ടുള്ളത്. സിർ പർ ഏക് ഭാരി ഗട്ടർ, തലയിൽ ഒരു വലിയ കെട്ടുണ്ട്. സംവലി സുലാനെ കജിരി ആങ്കേം, അതുപോലെ തന്നെ വളരെ എന്താണ്, കണ്ണെഴുതിയിട്ടുള്ള കണ്ണുകൾ. ഇനി അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ് അടുത്തത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സംഭാഷണങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മളിങ്ങനെ ആദ്യം ദൃശ്യം എഴുതി അതിന് താഴെ സംവാദം എഴുതുമ്പോ, സ്ക്രിപ്റ്റ് എഴുതുമ്പോ ഡയലോഗ്സ് വെറുതെ എഴുതിയാൽ പോരാ. ആ ഡയലോഗ് പറയുമ്പോ ആ ഒരു ക്യാരക്ടർ എന്താണ് അവിടെ ചെയ്യുന്നത്, ചിരിക്കുകയാണോ, സന്തോഷത്തിലാണോ, നടന്നുകൊണ്ടിരിക്കെ പറയാണോ, ഇതാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇത് സംഭാഷണം, വാർത്താലാപം എഴുതുമ്പോൾ ജസ്റ്റ് അവരുടെ സംഭാഷണം എഴുതിയാൽ മതി. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ക്യാരക്ടർ ചിരിച്ചുകൊണ്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ അവർ കരയുകയാണോ, അല്ലെങ്കിൽ അവർ നടക്കുന്ന സമയത്താണോ പറയുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, അവിടെ ബ്രാക്കറ്റ്സ് ഇട്ട് എഴുതിയിട്ടുണ്ടാവണം. അപ്പൊ യുവതി മുസ്കുറാത്തി ഹുവി, ചിരിച്ചുകൊണ്ട് യുവതി പറയാണ്, ദീദി ജമ്മു കി ഷാൾ ലേലോ ബഹുത് ബഡിയാ ഹേ. അപ്പോ ആ പെൺകുട്ടി പറയാണ്, ജമ്മുവിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഷോളുകളാണോ, നല്ല അടിപൊളി ഷോളുകളാണ്. പത്നി കിത്നെ കി ഹേ, എത്ര രൂപയ്ക്ക് തരും. യുവതി 2800 की, ഇപ്പൊ പറയാണ് എത്ര രൂപയ്ക്ക് തരാം, വേണമെങ്കിൽ 180 രൂപയ്ക്ക് എന്ത് ചെയ്ത് തരാമെന്ന് പറയാണ്. പത്നി ആശ്ചര്യസേ ഇത്തിനി മെഹങ്കി, എന്താണ് ഇപ്പൊ ചോദിക്കാണ്, ഇത്രയും പൈസയോ, ഇത്രയൊക്കെ പൈസ ഉണ്ടോ. ഇപ്പൊ യുവതി അനുനന്യ ഭാവസേ, വളരെ എന്താണ് താഴ്മയായിക്കൊണ്ട് പറയാണ്, ജ്യാദ പീസ് ലോഗി തോ കം കർ ദൂങ്കി, അധികം പീസുകൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ കുറവ് തരാം. സോറി, 28 പറഞ്ഞ് ഞാൻ എത്രയാ പറഞ്ഞത്, 180 അല്ലേ പറഞ്ഞത്, 28 അല്ല കേട്ടോ, 280 രൂപ എന്നുള്ള ആ ഒരു ഇതാണ് അവിടെ ഒക്കെ പറയുന്നത്. അപ്പോഴാണ് പത്നി ചോദിച്ചത്, എന്ത് ഇത്രയും വില കൂടുതലാണോ. അപ്പൊ ജ്യാദ പീസ് ലേഗി തോ കം കർ ദൂങ്കി, അപ്പോ അധികം എടുത്താൽ, അധികം എണ്ണം എടുത്താൽ എന്ത് ചെയ്ത് തരാം, കുറച്ച് തരാം. അപ്പോ പത്നി പറയാണ്, ജറ നിറം ഭാവസെ, കുറച്ച് ഭാവത്തിൽ പറയാണ്, മുജെ ദൂക്കാൻ ഗോൽനി ഹേക്യാ. അവർ ചോദിക്കുകയാണ് ഭയങ്കര പുച്ഛത്തോടെ, ഭയങ്കര ഇതിൽ ചോദിക്കുകയാണ്, എന്തിനാണ് അധികം പീസ് എടുക്കുന്നത്, എനിക്ക് കട തുറക്കാനോ, ഞാൻ എന്താണ് ഈ ഷോളുമായിട്ട് നിന്റെ ഒന്ന് ഷോൾ വാങ്ങിയിട്ട് ഒരു കട തുറക്കാൻ പോവാണോ, ഇങ്ങനെ കളിയാക്കിക്കൊണ്ടുള്ള രീതിയിൽ ചോദിച്ചു. ലേ ലോന ബഹന ഓർ ബാബിയോം കേലിയെ, പറയാണ്, അപ്പോൾ വാങ്ങിച്ചോ, നിങ്ങൾക്ക് മാത്രമല്ല സഹോദരികൾക്കോ അല്ലെങ്കിൽ ബാക്കി വീട്ടുകാർക്കൊക്കെ കൊടുക്കാലോ, ഇങ്ങനെ പറയാണ്, കൂട്ടുകാരികൾക്കൊക്കെ കൊടുക്കാലോ. പത്നി മോൽ ഭാവ് കി ആദത് സെ, ആണോ, അങ്ങനെയാണെങ്കിൽ അച്ഛാ 5 പീസ് ലൂത്തോ കിത്തനേക്കോ ദോങ്കി. അപ്പൊ ചോദിക്കുകയാണ് 5 എണ്ണം എടുത്താ എത്ര രൂപയ്ക്ക് തരും. അപ്പൊ യുവതി 200 റുപ്യ പെർ പീസ്, എത്രക്ക് തരാം, 200 രൂപയ്ക്ക് തരാം. പത്നി സദ് ആവാസ് മേ, ഭയങ്കര ഒച്ചത്തിൽ ചോദിക്കുകയാണ്, 100 റുപ്യ പെർ പീസ്, അത് പറ്റില്ല, 100 രൂപ, ഒരെണ്ണത്തിന് എത്ര രൂപ, 100 രൂപ.
യുവതി പറയാണ് ഘാല റൂദ് ഹോ ജാതി ഹോ ആംഗേം ഭരാത്തി. അപ്പൊ അവരുടെ ശബ്ദം ഇടറിക്കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറയാണ് ദീദി ബഹുത് കം ഹേ, അത് ഭയങ്കര കുറവല്ലേ. അപ്പോ ഭാര്യ പറഞ്ഞു അച്ഛാ നാ തേരി ന മോരി 150 റുപ്പേ പെർ പീസ് എന്നാ പറയാണ്. എന്നാ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, രണ്ടിന്റെ ഇടയിൽ 200 അല്ല 100 അല്ല, രണ്ടിന്റെ ഇടയിൽ 150 രൂപയ്ക്ക് എന്ത് ചെയ്യാം, തരാം. യുവതി അച്ഛ ലേലോ രംഗ് പസന്ത് കറലോ. അപ്പോ ആ യുവതി എന്ത് പറഞ്ഞു, എന്നാ ഓക്കെ 150 എങ്കിൽ 150, ഇഷ്ടമുള്ള കളറുകൾ ചൂസ് ചെയ്തെടുത്തോളൂ. അപ്പൊ അത്രയുമാണ് നമുക്ക് എന്തിൽ വരുന്നത്, ആ ഒരു പട്കഥയിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കിവിടെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്ന് എഴുതാം, ദൃശ്യ സമാപ്ത്. ഇങ്ങനെ പറഞ്ഞ എന്ത് ചെയ്യാം, ആ ഒരു സീൻ നമുക്ക് എൻഡ് കൂടെ ചെയ്യാം. അപ്പൊ മനസ്സിലായോ? ഇപ്പൊ നോക്കിയേ, പട്കഥ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആദ്യം ദൃശ്യ 1 1 2 3 ദൃശ്യ ഏതാന്ന് വെച്ചാൽ കൊടുക്കാം. 1 എഴുതുന്നതാണ് ഏറ്റവും ഉചിതം. അത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയാണ്, സ്ഥാൻ, സമയ്, പാത്ര ഓർ വേഷഭൂഷ്. വേണമെങ്കിൽ ഘടന എഴുതാം. ഇപ്പൊ ഇവിടെ നമുക്ക് ഘടനയിൽ എന്ത് കൊടുക്കാൻ പറ്റും, ഘടനയിൽ കൊടുക്കാൻ പറ്റുന്ന എന്താണ്, ഏക് പരിവാർ എന്താണ്, റെയിൽഗാഡി കെ എന്താണ് ജനറൽ ടിബ്ബെ മേ യാത്ര കർത്താ ഹെ, ഏക് യുവതി ഉൻകെ പാസ് ഷോൾ ബേച്ച്നെ കെ ലിയെ ആത്താ ഹെ. ഒരു കുടുംബം എന്താണ് ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നു, അവർക്കരികിലേക്ക് ഷോൾ വിൽക്കാൻ വരുന്ന ഒരു പെൺകുട്ടി. ഇതാണ് ഘടന. എന്നിട്ട് സംവാദിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ സ്ക്രിപ്റ്റ് എന്തിനാ, സ്ക്രിപ്റ്റ് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സ്ക്രിപ്റ്റ് ഡയലോഗ് പറഞ്ഞാൽ മാത്രം പോരാ, ആ ഡയലോഗ് പറയുമ്പോൾ അഭിനയിക്കണം. അപ്പൊ അഭിനയിക്കുന്ന ആളുകൾക്ക് ആ ഡയലോഗ് പറയുമ്പോൾ ആ ഒരു ക്യാരക്ടറുടെ ഭാവം എന്താണെന്നൊക്കെ അറിയണ്ടേ. അങ്ങനെയല്ലേ സിനിമയിലൊക്കെ. ഇപ്പൊ കരഞ്ഞുകൊണ്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടാണോ പറയുന്നത്, ഉത്സാഹത്തോടു കൂടെയാണോ പറയുന്നത്, അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടെയാണോ, ഇതൊക്കെ അതിൽ പറയണം. അവരുടെ ആ ഒരു മാനറിസം എന്തൊക്കെയാണെന്നൊക്കെ എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റിൽ ഉണ്ടാവണം. സാധാരണ ഒരു വാർത്താലാപം എഴുതുന്നത് പോലെയല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത്. ഇപ്പൊ ഇവിടെ നോക്കി, മുസ്കുരാത്തി ഹുയി എന്ന് പറഞ്ഞാൽ എന്താ, പുഞ്ചിരിച്ചുകൊണ്ട്, ആശ്ചര്യസെ അത്ഭുതത്തോടെ, അല്ലെങ്കിൽ ജറ നീരസ് ഭാവ്സെ ഭയങ്കര പുച്ഛത്തോടെ, മോൽ ഭാവ് കി ആദത് സെ ഭയങ്കര അഹംഭാവത്തോടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നോക്കി, സഗ്ധ ആവാസ്മേ ഭയങ്കര ഒച്ചത്തില്. ഇതൊക്കെ ആ ഒരു സ്ക്രിപ്റ്റിൽ അടങ്ങിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അവസാനം സീൻ അവസാനിക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതുക, ദൃശ്യ സമാപ്ത്, ഈ സീൻ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു കൺക്ലൂഷൻ കൂടി എന്ത് ചെയ്യാം, കൊടുക്കാം. ഇനി ഇപ്പൊ ഞാനിവിടെ കുറച്ച് വലിയ രീതിയിലാണ് സ്ക്രിപ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. വലിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഡയലോഗ്സ് കൂടുതലാണ്, അതായത് ചെറിയ ചെറിയ ഡയലോഗുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എക്സ്ചേഞ്ചുകൾ എന്ത് ചെയ്യും, കൂടും. അപ്പൊ ആ ഒരു സീൻ നമ്മൾ തുടങ്ങിയാൽ അത് നമുക്ക് എൻഡ് ചെയ്യണമല്ലോ. പക്ഷേ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കാൻ നേരത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഈ ഒരു സീനാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും നമുക്ക് വരുന്നത്. ഈ സീനിനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് നമുക്ക് വരുന്നത്, പട്കഥ എഴുതാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ. അപ്പോൾ ഈ ചാപ്റ്ററിലാണെങ്കിൽ ഈ ഒരു സീനിൽ ഒരുപാട് ഡയലോഗുകൾ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. നോക്കിയേ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, കഥയിലെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. അതിൽ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ വരുന്ന സെന്റൻസുകളെല്ലാം ഡയലോഗുകളാണ്. ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ വരുന്ന സെന്റൻസുകളെല്ലാം ഡയലോഗുകളാണ്. അപ്പൊ സംവാദം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതണം, ആ ഡബിൾ ഇൻവേർട്ടഡ് കോമയിലുള്ള സാധനം എന്താണോ അതെടുത്തിട്ട് ഡയലോഗിലേക്ക് എഴുതുക. ഏത് ക്യാരക്ടറാണത് പറയുന്നത്, അയാളുടെ പേരിടുക, 2 കുത്തിട, ഡബിൾ ഇൻവേർട്ടഡ് കോമയിലുള്ള സാധനം എന്ത് ചെയ്യുക, അവിടെ എടുത്ത് അങ്ങോട്ട് എഴുതി വെക്കുക. മനസ്സിലായോ? ഇനി നമുക്ക് പഠിച്ചിട്ട് കിട്ടിയില്ല, എഴുതാൻ കിട്ടുന്നില്ല, ഒന്നും പേടിക്കണ്ട. നമുക്കിത് എവിടെ നിന്ന് എടുത്ത് എഴുതാൻ പറ്റും, ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ പട്കഥയ്ക്കുള്ള സാധനങ്ങൾ നമുക്ക് പൊക്കിയെടുക്കാം. നമുക്ക് കൂടുതൽ ഡയലോഗൊന്നും ഓർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല, സ്വന്തമായിട്ട് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെഴുതണം. ഇനി പഠിച്ചിട്ടും കിട്ടുന്നില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കല്ലേ. നമുക്ക് ഈ കഥയിൽ തന്നെയുള്ള ഡയലോഗുകൾ ആ ക്യാരക്ടറിന്റെ പേരിട്ട് നമുക്ക് സംവാദത്തിലേക്ക് എഴുതിക്കൂടെ. അപ്പൊ കുറച്ചും കൂടെ എളുപ്പമായില്ലേ. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അപ്പോ പട്കഥ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ അവിടെ എന്താവാൻ പാടില്ല, നമ്മൾ പതറിപ്പോവാൻ പാടില്ല. നമ്മളതിനെ നേരിടുക. എങ്ങനെ നേരിടുക, സിമ്പിൾ ആയിട്ട് നേരിടുക. പട്കഥയ്ക്കുള്ളത് 2 കമ്പോണൻസ് ആണ്. എന്തൊക്കെയാണ്, ദൃശ്യ സംവാദ്, സീൻ, ഡയലോഗ്സ്.
ഏത് സീനാണെന്ന് എഴുതുക. ദൃശ്യന് താഴെ സമയ്, സ്ഥാൻ, പാത്ര, ഘടന, ഇത്രയും കാര്യങ്ങൾ എഴുതുക. സംവാദിൽ എന്ത് എഴുതണം? ഡയലോഗ്സ് എഴുതണം. ഇനി നോക്കിയേ, എനിക്ക് ഇപ്പൊ നിങ്ങൾ വിചാരിക്കാം സാർ എനിക്ക് എന്ത് പറ്റുന്നില്ല, ഇങ്ങനെ ഇതുപോലെ ഈ ക്യാരക്ടറിന്റെ ആ ഒരു ഭാവമൊക്കെ എന്താന്ന് ചിലപ്പോൾ ഓർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല, ഹിന്ദിയിലേക്ക് ആക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, അപ്പൊ എന്ത് എഴുതുക? അവിടെ ആ ഡയലോഗ്സ് എടുത്ത് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ എഴുതുക. ഒരിക്കലും നമ്മൾ ഈ ചോദ്യം എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പാരഗ്രാഫിൽ നിന്ന് ആൻസർ പൊക്കിയെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, ആൻസർ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, പട്കഥ എന്ന് പറയുന്നത്. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ചോദ്യങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലായോ? അപ്പോ ഇങ്ങനെയുള്ള പൊടിക്കൈകൾ ഉപയോഗിച്ചാൽ നമുക്ക് നല്ലപോലെ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒന്നാമത്തെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഭയങ്കര ക്ലിയർ ആയില്ലേ? നമ്മൾ എന്തൊക്കെ നോക്കി ഈ ചാപ്റ്ററിൽ, എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? നമ്മൾ ആദ്യം തന്നെ നോക്കിയത് എന്താ, എന്തിനാണ് ഈ കഥയ്ക്ക് ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത്, എന്താണ് ആ ഒരു ശീർഷകത്തിന്റെ റെലവൻസ് എന്താണ്? ഇപ്പൊ പറഞ്ഞു പ്രതീകാത്മകമായിട്ടുള്ളൊരു ഹെഡിങ് ആണത്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ലേഖകൻ, അതായത് ഇതിലെ യാത്രക്കാരൻ, അയാളുടെ ഈ ഒരു ഇൻസിഡന്റിൽ അയാൾ എന്തിലേക്കുള്ള ജനലാണ് തുറന്നു കൊടുത്തത്? ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള, അല്ലെങ്കിൽ അയാളുടെ പാസ്റ്റിലെ ഓർമ്മകളിലേക്കുള്ളൊരു തുറന്നൊരു കവാടമായിട്ടാണ് എന്ത് ഇവിടെ ആക്ട് ചെയ്യുന്നത്, ഇടുക്കി എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് യാത്രക്കാരന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. യാത്രക്കാരന്റെ അനുഭവങ്ങളെ കുറിച്ചുള്ള ഡയറി നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ നോക്കി. ഡയറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് നോക്കി, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ലേഖിക മാറിപ്പോയി. നമ്മുടെ കഥയിലെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള പതി പത്നി കെ ബീച്ച്, അതായത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള, യാത്രക്കാരനും അയാളുടെ ഭാര്യയും തമ്മിലുള്ള ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു വാർത്താലാപം നമ്മൾ നോക്കി. നാലാമതായിട്ട് നമ്മൾ എന്താണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എന്താ നോക്കിയത്, ഒരു പട്കഥ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇതുപോലെ ഡയറി, നമ്മുടെ വാർത്താലാബ്, അതുകൂടാതെ ഒരു പട്കഥയുടെ ക്വസ്റ്റ്യൻ. ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഇതോടെ ഫസ്റ്റ് ചാപ്റ്ററിലെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള ചോദ്യങ്ങൾ മിക്കവാറും ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിവിഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, പുതിയ പാറ്റേൺ ആയാലും പഴയ പാറ്റേൺ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഈസി ആയിട്ട് ഉത്തരങ്ങൾ എഴുതാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് റിവിഷൻ ചെയ്യണം. അപ്പൊ അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇതിനെ കാണുക. നന്നായിട്ട് പഠിച്ച് എല്ലാവരും ഹിന്ദിക്ക് മാർക്ക് വാങ്ങുന്ന രീതിയിലേക്ക് എത്തുക. അപ്പൊ അന്ന് നമ്മൾ ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു? ഒന്നാമത്തെ ചാപ്റ്ററായ ഖിഡ്കിയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്നാണ് എന്ത് ചെയ്യുന്നത്, വിചാരിക്കുന്നത്.